പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ നല്ല എളുപ്പമാണല്ലോ ചെയ്യാനെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. ചെയ്തു വന്നപ്പോൾ കുറച്ചും കൂടെ പണിയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അത് ഞാൻ കുറച്ച് സൈസ് കുറച്ചതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണുള്ളതെങ്കിൽ അത് അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അറ്റ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഞാനൊന്ന് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഡയറക്റ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി എന്നാട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ അറ്റം കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത്. കാരണം 2 സൈസിലുള്ളത് വേണം നമുക്ക്. ഓരോ സൈഡിലും 2 അറ്റത്തും കുറച്ച് നീളം കൂടിയതും നടുവിലെല്ലാം ചെറുതുമാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒരേ സൈസിലുള്ളതായിരുന്നു, ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അറ്റത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെക്കണം. കാരണം ഇതിന് കാല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ 4 സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാനൊരു മെറൂൺ കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കാൻ വിചാരിച്ചത്. പക്ഷേ പെയിൻറ്റ് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത്. എന്തായാലും വേണ്ടില്ല, അത് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെയിൻറ്റും 4 സൈഡിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല രസമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ പിങ്ക് പെയിൻറ്റ് എടുത്തിട്ട് ഇതിൽ കുഞ്ഞ് പൂക്കൾ വരച്ചു കൊടുക്കുകയാണ്. പൂക്കൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പൂക്കളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലുള്ള പൂക്കളാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി പൂക്കൾക്ക് ഒരു തണ്ടും കൂടെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു പേസ്റ്റൽ ഗ്രീൻ എടുത്തിട്ട് ചെറിയൊരു തണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കാണാൻ? നല്ല സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഈ ഐസ്ക്രീം സ്റ്റിക്സ് കട്ട് ചെയ്യുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്